പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഇന്ന് നിങ്ങളുടെ മുൻപിൽ വരികയാണ്. അതിന് കാരണമുള്ള ഞാൻ വെറുതെ ഒന്നിനും ഇറങ്ങിത്തിരിക്കുന്നില്ല. ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ് ന്യൂസ് അതിൽ ആരാ ഇത് എഴുതിയതെന്ന് എനിക്കറിയത്തില്ല, ഇത് വിശദീകരിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ആ മാന്യ വ്യക്തിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട്. അതായത് ഈ ന്യൂസിൽ വന്നത് മലങ്കര ഓർത്തോ സുറിയാനി സഭയുടെ തലവനും കിഴക്കൊക്കെയുടെ ഏക പരമോന്നത കാതോലിക്കായും വിശുദ്ധ മർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ ഏക അവകാശിയും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ ഭാഗ്യവാനായ പരിശുദ്ധ മോറാൻമാർ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാവ തിരുമനസ്സുകൊണ്ട് ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിൻ്റെ ഉറവിടമായ നിത്യയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രാർത്ഥനകൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന വാർത്തകളും ചിത്രവും മലങ്കരയിൽ പലരുടെയും ഉറക്കം കെടുത്തി. ശരിയാണ് മക്കളെ, ഏതായാലും നിന്റെ ഉറക്കം കെട്ടില്ലല്ലോ, നിനക്ക് സന്തോഷിക്കാനിടയായില്ലോ. ഞാൻ ആദ്യം തന്നെ ഓർത്തോ സഭയുടെ ഈ കൊടരാജി വിളിച്ചു പറഞ്ഞവനോട് ചോദിക്കുകയാണ്, അവന് ചൂടുണ്ടെങ്കിൽ പറ, ആരാണ് മർത്തോമാശ്ലീഹായുടെ സിംഹാസനം കാതോലിക്കായി ഓർത്തോ സഭയിലെ കാതോലിക്കായ്ക്ക് കൊടുത്തത്? മർത്തോമാശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഓർത്തോ സഭയുടെ പരമോന്നത നേതാവ് മോറാൻമാർ മാത്യൂസ് തൃതീയൻ. അവനോട് ആ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് നീ കൊല്ലും കൊലയും ദ്രവ്യാഗ്രഹ മോഹവുമായിട്ട് നടക്കാനെന്ന് പറഞ്ഞത്? നീ ആദ്യം തന്നെ എന്നോട് പറ, ഈ പരിശുദ്ധനെന്ന് നീ ഇവനെ വിളിച്ചപ്പോൾ ഈ വ്യഭിചരിച്ച് നടന്നവരെ നിങ്ങൾ എന്തോ പറയുന്നേ? നിങ്ങളുടെ സഭയിൽ തന്നെ വ്യഭിചരിച്ചും സുവർഗഭോഗികളുമായിട്ടുള്ളവരെ നിങ്ങൾ എന്താ പറയും? അതിപരിശുദ്ധരെന്ന് അല്ലേ? നിങ്ങളുടെ സഭയിൽ കുറവാണ് ഇത്? ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഏത് കാലത്താണ്? ഏടാ മക്കളെ, ഇതിനു മുമ്പേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള, നീയൊക്കെ മറ്റിടത്ത് നോക്കി പറയാതെ അഴകിവനെ കണ്ട അപ്പാന്ന് വിളിച്ചാൽ കാര്യസാധ്യം ഉണ്ടാകും. അതുകൊണ്ട് നീയൊക്കെ മറ്റിടം കുനിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ആരാ പറഞ്ഞത്? ഏത് കാലത്താ സഭ ഓർത്തോ സഭ ഉണ്ടായത്? 1950 വർഷത്തിന് മുമ്പ് തോമാശ്ലീഹ വന്നെന്ന് ചരിത്രമുള്ളത്. അന്ന് എത്ര സഭകൾ സ്ഥാപിച്ചു? ആര് സ്ഥാപിച്ചു? എത്ര മെത്രാന്മാരെ വാഴിച്ചു? അല്ലെങ്കിൽ എത്ര ക്രിസ്ത്യാനികളുണ്ടായിരുന്നു? കുറേ ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു. അവരിൽ ചിലര് ക്രിസ്ത്യാനികളായി, അത്രയേ ഉള്ളൂ. മുസ്ലിങ്ങൾ വന്ന് അറബ് രാജ്യത്തു നിന്ന് അവർ വന്നത് കൊടുങ്ങല്ലൂർ വന്നിട്ട് അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് അതിന് സ്ഥലം കൊടുത്തു. ആ പള്ളി നിർമ്മിക്കാനായിട്ട് ഹിന്ദുക്കൾ അവരുടെ അമ്പലം പണിയാനായിട്ട് വെച്ചിരുന്ന തടി ഉരുപ്പടികളാണ് കൊടുത്തത്. അതിന് മുമ്പ് മുസ്ലിം ഇല്ലായിരുന്നു. ഇനി ഞാൻ പറയാം, കാതോലിക്ക എന്നുണ്ടായി? ആരാണ് ആദ്യം ഒരു മെത്രാനെ വായിച്ചത്? ഏത് കാലത്താ? നിനക്ക് ചരിത്രം വല്ലതും അറിയോ? ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എടാ നിൻ്റെ സഭയിലെ മെത്രാന്മാരുടെ ഒരു ബുക്കുണ്ട്, ചരിത്ര പുസ്തകം. ആ പുസ്തകം നീ എടുത്തൊന്ന് വായിക്ക്. അതിനകത്ത് സകലം എഴുതിയിട്ടുണ്ട്. എന്നാ ഓർത്തോ സഭ ഉണ്ടായെന്നും എങ്ങനെയാണ് അന്ന് ഏതൊക്കെ സഭ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ട്. അന്ന് ഓർത്തോ സഭ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വേദവിപരീതികൾ എന്ന് പറഞ്ഞാൽ യഹോവ സാക്ഷികൾ ഉണ്ടായിരുന്നു. അവർക്ക് കൊടുത്തില്ല തോമാശ്ലീഹ സിംഹാസനം. ഇല്ലാത്ത
കാതോലിക്കായി കൊടുത്തേച്ച് പോയെന്ന്. ഇതിൽ കൂടുതൽ നീ പൊട്ടക്കളിലെ തവള പോലുമല്ല. നീ ചരിത്രമൊക്കെ പഠിച്ചിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. നിക്കാ സുനോദോസിൽ 1700 വിശ്വാസ പ്രമാണം ഉണ്ടായതിൻ്റെ 1700 വാർഷിക ദിനത്തിൽ വിശ്വാസ പ്രമാണം ആരുണ്ടാക്കിയതാ? മറ്റുണ്ടാക്കിയതാണോ? അല്ലേ? നീ നിന്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൽപ്പന മോശയ്ക്ക് ദൈവം എഴുതിക്കൊടുത്തതിൻ്റെ അതൊന്ന് ആഘോഷിക്കുന്നുണ്ടോ? അതിയൊക്കെ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. മനുഷ്യനെ ആരാധിക്കുന്നു, അല്ലാതൊന്നുമില്ല. ഇവിടെ എന്തുവാ ഞാൻ പറഞ്ഞുതരാം. ഓർത്തോ സഭയിലെ കാതോലിക്കാർ പുറകെ നടക്കുന്ന ആരൊക്കെയാ? കഴിഞ്ഞ കാലത്ത് ഓർത്തോ സഭയുടെ ദേവലോകത്ത് ഭരണമെന്നല്ല, ഓർത്തോ സഭയെ കയ്യിലെടുത്ത് വേണ്ടുന്ന പണം കൊടുത്ത് വട്ടപ്പലിശ മേടിച്ച ആള് എങ്ങനെ മരിച്ചു എന്നറിയാമോ? അത് വേണ്ട, ഇപ്പം പറയുന്നില്ല. ഇപ്പം ഓർത്തോ സഭയിലെ കാതോലിക്കായ പാടി നടക്കുന്ന ആരൊക്കെയാ? അവരുടെ അനുഭവം ഇത് തന്നെയാണ്. ഒരിക്കൽ, അതായത് ട്രിവാൻഡ്രം ദരിദ്രവാസി, ഇതിനൊക്കെ അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. നീ ഒന്നും കാണാതെ മറ്റേത് കുനിഞ്ഞ് പിടിച്ചോണ്ടിരിക്കുക. പൗരസ്ത്യ കാതോലിക്ക കൊലക്കേസിൽ 1-ാം പ്രതി ട്രിവാൻഡ്രം ഭദ്രാസനത്തിൻ്റെ ഒരു സ്ഥലം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ 50 സെൻറ്റ് സ്ഥലം ഒറ്റ കാതോലിക്ക സ്വന്തമാക്കുക ആക്കാനായിട്ട് ചെന്നു. അവിടെ കെട്ടിടം പണിയാനായിട്ട് തറക്കല്ലിടുന്നതിന് വന്നപ്പോൾ ഒരു മാന്യ ദേഹം കാതോലിക്കയുടെ പുറകെ നടന്ന് സ്തുതി പാടുന്ന ഒരുത്തനാണ്. അവന് പുത്തയ്ക്കാവിലും വന്നിരുന്നു. ഇന്ന് പോട്ടെ, അവൻ പറയാ, പരിശുദ്ധ തിരുമേനി ഇന്നടത്ത് രാവിലെ കുർബാന അർപ്പിച്ചിട്ട് വിശ്രമിക്കാതെ, ആഹാരം കഴിക്കാതെ ഇവിടെ വന്നിരിക്കുക തറക്കല്ലിടാൻ. അപ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്ന തിരുമേനിക്ക് ഇവിടെ വരുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ ഒരല്പം സ്ഥലം വേണ്ടായോ? വിശ്രമിക്കാൻ മാത്രമല്ല, പരിചരിക്കാൻ നീയും പോരാ, കുറെ പെണ്ണുങ്ങളെ കൂടെ അവിടെ നിർത്ത്. അതാ ഏറ്റവും ബെസ്റ്റ്. നിനക്കൊക്കെ ചുണയുണ്ടെങ്കിൽ എന്നോട് ചോദിക്കേ. എൻ്റെ പേര് നിനക്കറിയാൻ വേണമെങ്കിൽ യൂട്യൂബിലുണ്ടടാ. എൻ്റെ ഫോട്ടോ നിനക്ക് കണ്ടാൽ അറിയുമല്ലോ. നീയൊക്കെ പരിശുദ്ധൻ വാഴ്ച നടന്നു. അങ്ങനെ വാഴ്ച നടന്ന ഒരാൾ ഇപ്പം പറഞ്ഞുതരാം. കേരളത്തിൽ 2 സ്ഥലത്ത് അവർ സ്ഥാനം വലിയ വലിയ ഇടവകൾ കൈയടക്കി വരുമാനം കയ്യിലാക്കിക്കൊണ്ടിരിക്കുന്നു. പരമ്പരപ്പെട്ടിനെ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യൻ കാതോലിക്കാരെ, കാരണം സ്വർഗത്തിൽ മാലാഖമാർ എപ്പോഴും ദൈവത്തെ പാടി പരിശുദ്ധൻ എന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കാതോലിക്കാരുടെ പുറകെ നടന്ന് എല്ലായിടത്തും പരിശുദ്ധൻ വിളിച്ചു നടക്കുന്ന ഒരാളെ ഒരിടത്ത് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്തോ, കാതോലിക്ക എന്തുദ്ദേശിച്ചാണ് എന്ത് പറഞ്ഞാണ് വിട്ടേക്കുന്നതൊക്കെ ഞാൻ ഇടവകയിലെ 2 വ്യക്തികളോട് മാത്രം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്. ലോകരാഷ്ട്രങ്ങളെ പോലെ വെട്ടിലാക്കുന്ന വിധത്തിലുള്ള പരിപാടിയാണ് ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്നത്. ഏറ്റവും വരുമാനമുള്ള ഇടവകകൾ തൻ്റെ കൈക്കീഴിലാക്കുക എന്നാണ് ഈ കള്ളം കാതോലിക്കയുടെ ചിന്താഗതി. അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പും വന്നു. ഇവൻ കാതോലിക്ക ആകുന്നതിനും കഴിഞ്ഞപ്പോൾ ആദ്യം ഇവനും ഇവൻ്റെ സഹോദരനും കൂടെ പഠിച്ച സ്കൂള് സ്വന്തം കയ്യിലാക്കാൻ നോക്കിയവനാണ് ഇവന്. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും പരിശുദ്ധരാണ്. ഓർത്തഡോക്സ് സഭയിലെ എല്ലാവരും പരിശുദ്ധരാണ്. ആത്മാരെല്ലാവരും. പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധർ, മെത്രാന്മാരെന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധന്മാർ.
അതുകൊണ്ട് നിങ്ങൾ ഇത് ആരെങ്കിലും കണ്ടപ്പാന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യം സാധിക്കുമായിരിക്കും. പക്ഷെങ്കിൽ നാളെ ഒരു ദിവസം നീയൊക്കെ പശ്ചാത്തപിക്കേണ്ടി വരും. നിന്നോടൊക്കെ ഇപ്പോഴിത്രേ പറയാനുള്ളൂ, എനിക്കിതേ പറയാനുള്ളൂ. എന്തിന് കാതോലിക്കാൻ നേടുകയാണ്? ഇന്ന് കാതോലിക്കാ ദിനത്തിൻ്റെ കാശ് കളക്ട് ചെയ്യാനായിട്ട് എല്ലായിടത്തും ഓടി നടക്കുന്നു. കാരണം ഇവ ഒരു സ്ഥലത്തുനിന്നും ദേവലോകത്ത് അറിയിക്കത്തില്ല ഞങ്ങളുടെ വകയിൽ നിന്ന് ഇത്ര രൂപ അങ്ങോട്ട് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് ഇല്ല. കാതോലിക്കായിടെ കിട്ടുന്ന കൈ കിട്ടുന്ന കാശിൻ്റെ കണക്ക് കാതോലിക്ക സത്യം പറയുമോ? നീയൊക്കെ ചോളമുണ്ട് എന്നോട് പറയത്തില്ല. അവൻ പറയും ഇത്രയേ ഉള്ളൂ, ഇത്ര കിട്ടി, ബാക്കി എവിടെ പോയി? അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് ഇന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. ബഡ്ജറ്റിൽ ഒരുപാട് കോടികളുടെ പ്രൊജക്റ്റ് അവർ അനൗൺസ് ചെയ്യും. എന്നാൽ എന്തൊക്കെ പൂർത്തിയാക്കി, എത്ര രൂപ ചിലവായെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? എന്നാൽ എത്ര ചിലവായി, സംഭവം കംപ്ലീറ്റായി, എത്ര രൂപ ചിലവായി എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ബാക്കി കാശ് ഇവിടെ പോയി? ഞാൻ കൂടുതൽ പറയുന്ന മക്കളെ, നിങ്ങളെ ഓർത്തോസഭ, പരിശുദ്ധ സഭ, തോമാശ്രീയ, നിങ്ങളെ അന്മാരെയല്ല, മെത്രാന്മാരെ, പുരോഹിതന്മാരെ എല്ലാം ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ വ്യക്തിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാണ് പുരോഹിതന്മാർക്ക് അധികാരം കൊടുത്തത്? വിവാഹവും മരണാനന്ത ശുശ്രൂഷയും മാമോദീസയും ഇതെല്ലാം ചെയ്ത് വീട് കൂതാശയൊക്കെ നടത്താൻ ആരാ അധികാരം കൊടുത്ത്? ക്രിസ്തു കൊടുത്തോ? ക്രിസ്തു ലോകത്ത് വന്നിട്ട് ഈ ഏതെങ്കിലും ഒരു പുരോഹിതന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സെറാഫിം എന്ന കള്ളമെത്രാൻ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് കുംഭസാരവും പാപമോചനവും നമ്മുടെ ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ, അതായത് അവരെ ദൈവം ലോകത്തിലേക്ക് അയച്ച വേറൊരു പേരിലാണ്, അവരിൽ നിന്ന് കൈമാറി കിട്ടിയതാണെന്ന്. അവരിൽ നിന്ന് എങ്ങോട്ടാണ് നിനക്ക് കൈമാറി കിട്ടിയത്? പറഞ്ഞതാ. നിന്നോടൊക്കെ ഞാൻ ചോദിക്കാം, ഇനി എനിക്ക് ചോദിക്കാറുണ്ട് കുർബാന എന്ന ഒരു കാര്യത്തെക്കുറിച്ച്. വിശ്വാസികളെ നിങ്ങളോടും ഞാൻ ചോദിക്കുക, കുർബാന എന്നാൽ എന്താണ്? എന്താണ് ഈ 3 പേരും 5 പേർ കുർബാനയുടെ ഉദ്ദേശം? കുർബാന എന്നാൽ എന്താണ്? ഈ 3 പേരും 5 പേർ കുർബാനയുടെ ഉദ്ദേശം എന്താണ്? ബാക്കി അടുത്ത വീഡിയോയിൽ ഞാൻ ചോദിക്കുകയും പറയുകയും ചെയ്യും. ഏതായാലും കൊള്ളാം, ഏതെങ്കിലും ഒരു അവനെങ്കിലും ഇതിന് മറുപടി തരാമെങ്കിൽ ശരിയായിട്ട് മറുപടി തരണം. അതിന് ഞാൻ വിശദീകരിച്ച് തരാം നിനക്കൊക്കെ.